നമസ്കാരം. ബി.ജെ.പിയിൽ നിന്ന് താൻ രാജിവെക്കുകയാണ് എന്നുള്ള കാര്യം നടൻ ദേവൻ വളരെ നാടകീയമായിട്ടാണ് ഒരു വേദിയിൽ വെച്ച് പ്രഖ്യാപിച്ചത്. പക്ഷേ അദ്ദേഹം രേഖാമൂലം രാജി നൽകിയിട്ടില്ല. നമുക്കറിയാം, ദേവനെ അവഗണിക്കുന്ന ഒരു നിലപാടാണ് ബി.ജെ.പി നേതൃത്വം എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കേരള പീപ്പിൾസ് പാർട്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ബി.ജെ.പിയിലേക്ക് ലയിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ബി.ജെ.പിയിലേക്ക് വരുന്നത്. പക്ഷേ അതിനുശേഷം ദേവന് ഒരു അർഹമായിട്ടുള്ള സ്ഥാനമാനങ്ങളൊന്നും കൊടുത്തിട്ടില്ല. വർഷങ്ങളായി അതിൽ പ്രതിഷേധിച്ചാണ് അദ്ദേഹം രാജിവെച്ചത്. പക്ഷേ ഈ രാജിവെച്ചതിന് ശേഷമാണ് ഇതിൻ്റെ ഒരു ഗൗരവം ബി.ജെ.പിയുടെ നേതാക്കൾക്കൊക്കെ മനസ്സിലായത്. ഇന്നലെ സുരേഷ് ഗോപി ദേവനെ വിളിച്ച് ബി.ജെ.പിയിൽ നിന്ന് വിട്ടുപോകരുത്, ബി.ജെ.പിയിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹത്തോട്. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ പലതവണ അദ്ദേഹത്തെ വിളിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുക്കാൻ പോലും തയ്യാറായില്ല. കാരണം കഴിഞ്ഞ 4 മാസങ്ങളായി രാജീവ് ചന്ദ്രശേഖറിനെ ദേവൻ വിളിക്കുകയാണ്, പക്ഷെ അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. ഇതിലൊക്കെ പ്രതിഷേധിച്ചാണ് ദേവൻ എന്തായാലും രാജിവെച്ചത്. അപ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഫോൺ എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്, അറ്റൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തൃശ്ശൂർ ബി.ജെ.പിയുടെ ജില്ലാ സെക്രട്ടറിയൊക്കെ അദ്ദേഹത്തെ കണ്ടിരുന്നു. പക്ഷേ അദ്ദേഹം വഴങ്ങാൻ തയ്യാറായിട്ടില്ല. പൊതുവേദിയിൽ വെച്ച് താൻ രാജിവെക്കുകയാണെന്ന് ദേവൻ പ്രഖ്യാപിച്ച സമയത്ത് കേന്ദ്ര നേതാക്കളായ 3 പേർ കേരളത്തിലുണ്ടായിരുന്നു. ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ അവർ ദേവൻ താമസിക്കുന്ന ഹോട്ടലിലെത്തി അനുരഞ്ജന ചർച്ചയൊക്കെ നടത്തി. പക്ഷേ അപ്പോഴും ദേവൻ വഴങ്ങാൻ തയ്യാറായില്ല. പാർട്ടിയിൽ തന്നെ ഉറച്ചു നിൽക്കണം, പാർട്ടിയിൽ തന്നെ നിന്നാൽ അടുത്ത സ്ഥാനമാനങ്ങളൊക്കെ തരുന്നത് പരിഗണിക്കാമെന്നുള്ള ഒരു ഉറപ്പൊക്കെ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും ദേവൻ വഴങ്ങാൻ സാധ്യതയില്ല. അദ്ദേഹം പറയുന്നത് എനിക്കിനി ഈ പാർട്ടിയിൽ നിൽക്കണ്ട എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലാണ്. രണ്ടാമത് വീണ്ടും സുരേഷ് ഗോപി അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല എന്നുള്ള വാർത്തകളുമൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇത് തീർത്തും ഗതികേടാണ്. കേരളത്തിൻ്റെ ഭരണം പിടിക്കാനുള്ള ഒരു ശ്രമമാണ് ബി.ജെ.പി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കാലാകാലങ്ങളായി കേൾക്കുന്നത്. പക്ഷേ ഇക്കണക്കിന് പോയാൽ കേരളത്തിൽ ബി.ജെ.പി എങ്ങനെ അധികാരം പിടിക്കും എന്നുള്ള ഒരു ആശങ്കയാണ് നമുക്കുള്ളത്. ഇവിടെ രാമസിംഹൻ അദ്ദേഹം ബി.ജെ.പിക്ക് വേണ്ടി സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ വളരെയധികം വാദിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിനും തുടർച്ചയായിട്ടുള്ള അവഗണന നേരിടേണ്ടി വന്നതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ ബി.ജെ.പിയിൽ സജീവമല്ല. എന്ന് മാത്രമല്ല, ബി.ജെ.പിയുമായിട്ടുള്ള സകല ബന്ധങ്ങളും അദ്ദേഹം വിച്ഛേദിച്ചു. പിന്നെയുള്ളത് കൊല്ലം തുളസിയും ബി.ജെ.പിയുമായി വളരെ അടുത്ത അനുഭവം പുലർത്തിയിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടത്, നിയന്ത്രിച്ചു കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുള്ള ഒരാൾ കൂടിയാണ് കൊല്ലം തുളസി. അദ്ദേഹത്തെയും ഇത്തരത്തിൽ അവഗണിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. പിന്നെയുള്ളത് നമ്മുടെ ഭീമൻ രഘുവാണ്. ഭീമൻ രഘുവിനെ പിന്നെ പാർട്ടിയിൽ നിന്ന് പാർട്ടിയോട് അടുപ്പിച്ചത് തന്നെ വലിയൊരു തെറ്റാണെന്ന് വേണം നമുക്ക് പറയാൻ. കാരണം അദ്ദേഹത്തിൻ്റെ റിലേ പോയി കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഭീമൻ രഘുവിനെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ദേവനെ പോലെയുള്ള ജനസമ്മതരായ ദേവനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെക്കുറിച്ച് സിനിമാ മേഖലയിൽ പോലും ഒരു മോശമായിട്ടുള്ള ഒരു ആരോപണം കേട്ടിട്ടില്ല. ആ ഒരു ദേവൻ ഇപ്പോഴും പറയുന്നത് അദ്ദേഹത്തിൻ്റെ തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹം പാർട്ടിയിലേക്ക് വന്നത് എന്നുള്ളതാണ്. പക്ഷെ എന്തു കാരണം കൊണ്ടാണ് ദേവനെ പോലെയുള്ള ഒരു വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തിയത് എന്നുള്ളതാണ് ഒരു ചോദ്യമായി അവശേഷിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലാണെങ്കിൽ പാർട്ടിയുമായി അടുപ്പം പുലർത്താൻ ആഗ്രഹിക്കുന്നവർ പോലും അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാകും. അത് പാർട്ടിക്ക് വളരെയധികം ദോഷം ചെയ്യും എന്ന് മാത്രമല്ല, പാർട്ടിയിൽ ഇപ്പോൾ ഉള്ള ഒരു കോക്കസിലേക്ക് പാർട്ടി ഒതുങ്ങിപ്പോകും എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. എന്തായാലും ദേവൻ സുരേഷ് ഗോപിയുടെ ഇടപെടലോടുകൂടി ദേവൻ പാർട്ടിയിൽ തന്നെ ഉറച്ചു നിൽക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.